ചരിത്രപരമായും ആത്മീയമായും വാസ്തുവിദ്യാപരമായും സാരാനാഥിന് വലിയ പ്രാധാന്യമുണ്ട്. വാരണാസി നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സാരാനാഥ് ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്ക് ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നാണ്. ഗൗതമ ബുദ്ധൻ തൻ്റെ ലഭിച്ച ജ്ഞാനം ആദ്യമായി ലോകത്തിന് പകർന്നു നൽകിയത് ഇവിടെ വെച്ചാണ്. ബുദ്ധഗയയിൽ വെച്ച് ജ്ഞാനോദയം ലഭിച്ച ശേഷം ബുദ്ധൻ തൻ്റെ ആദ്യത്തെ 5 ശിഷ്യന്മാർക്ക് ഉപദേശം നൽകിയത് സാരാനാഥിലെ മാൻ പാർക്കിൽ വെച്ചാണ്. ഈ സംഭവത്തെ ധർമ്മചക്ര പ്രവർത്തനം എന്ന് വിളിക്കുന്നു. ബുദ്ധൻ തൻ്റെ ആദ്യത്തെ 60 ശിഷ്യന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബുദ്ധമതം പ്രചരിപ്പിക്കാൻ അയച്ചത് ഇവിടെ നിന്നാണ്. അങ്ങനെ ബുദ്ധസംഘം എന്ന ആശയത്തിന് ഇവിടെ തുടക്കമായി. സാരാനാഥിലെ അവശിഷ്ടങ്ങളും സ്തൂപങ്ങളും മൗര്യഗുപ്ത കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. സാരാനാഥിലെ ഏറ്റവും വലിയ സ്തൂപമാണ് ധമേക് സ്തൂപം. ഏകദേശം 43 മീറ്റർ ഉയരവും 28 മീറ്റർ വ്യാസവുമുണ്ട് ഇതിന്. ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ കൃത്യമായ സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്തൂപത്തിന് ചുറ്റുമുള്ള അതിമനോഹരമായ കല്ലിലെ കുത്തുപണികൾ ഗുപ്ത കാലഘട്ടത്തിലേതാണ്. മൗര്യ ചക്രവർത്തിയായ അശോകൻ സ്ഥാപിച്ചതാണ് അശോക സ്തംഭം. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള 4 സിംഹങ്ങളുടെ ശില്പം ഇന്ന് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണ്. ഇതിൽ കൊത്തിവെച്ചിട്ടുള്ള ധർമ്മചക്രം നമ്മുടെ ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. സാരാനാഥിലെ പുരാവസ്തു മ്യൂസിയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മ്യൂസിയങ്ങളിൽ ഒന്നാണ്. BC 3-ാം നൂറ്റാണ്ട് മുതലുള്ള ബുദ്ധമത ശില്പങ്ങൾ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. അശോക സ്തംഭത്തിൻ്റെ യഥാർത്ഥ ശില്പവും ധർമ്മചക്ര മുദ്രയിലിരിക്കുന്ന ബുദ്ധൻ്റെ വിഖ്യാതമായ ശില്പവും ഇവിടെയാണുള്ളത്. സാരാനാഥിൻ്റെ ആത്മീയ പ്രാധാന്യം കണക്കിലെടുത്ത് ശ്രീലങ്ക, തായ്ലൻഡ്, ജപ്പാൻ, ടിബറ്റ്, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങൾ ഇവിടെ സ്വന്തം ശൈലിയിലുള്ള ബുദ്ധക്ഷേത്രങ്ങളും വിഹാരങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. 80 അടി ഉയരമുള്ള ഭീമാകാരമായ തായ് ബുദ്ധപ്രതിമ ഇതിലൊന്നാണ്. അങ്ങനെ ഞങ്ങൾ സാരാനാഥിലെത്തി. സാരാനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധന് ജ്ഞാനം ലഭിച്ചിട്ട് ആദ്യമായിട്ട് തൻ്റെ അനുയായികൾക്ക് അദ്ദേഹം ജ്ഞാനം പകർന്നു നൽകിയ സ്ഥലമാണ് സാരാനാഥ്. ഈ സാരാനാഥിൽ വെച്ചിട്ടാണ് ബുദ്ധൻ 60 തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബുദ്ധപ്രതിമയാണിത്. 80-90 എത്ര അടിയുണ്ട്. ബുദ്ധൻ ആദ്യമായിട്ട് പ്രസംഗിച്ച സ്ഥലം, അതായത് ജ്ഞാനം ലഭിച്ചതിന് ശേഷം ആദ്യം വന്നിട്ട് ബുദ്ധൻ പ്രസംഗിച്ച സ്ഥലമുണ്ട്. അവിടെ ധമേക് സ്തൂപം എന്ന് പറഞ്ഞൊരു സ്തൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു സ്തൂപം കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. സാരാനാഥും വാരണാസിയും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് വാരണാസി എപ്പോഴും ബുദ്ധമതത്തിനും ഹിന്ദുമതത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ബുദ്ധപ്രതിമ, എൻ്റെ എൻട്രൻസിലുള്ള ബുദ്ധപ്രതിമ. ये कितने फीट है? 80 feet 9 inches. 80 feet. 80 അടി ഉയരമുള്ള പ്രതിമയാണത്. ഇത് തായ് ഗവൺമെൻറ് പണിതിട്ടുള്ള പ്രതിമയാണത്. ആർക്കിയോളജിക്കൽ മ്യൂസിയം സാരാനാഥ്. ആയി എൻട്രി. ഈ സ്റ്റാച്യു ഏതാണെന്ന് അറിയാൻ എൻ്റെ ഈ വീഡിയോ ഒന്ന് സ്റ്റക്ക് ചെയ്തിട്ട് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി. ലോർഡ് ശിവയുടെ സ്റ്റാച്യു ആണ്. അർദ്ധനാരീശ്വർ കാർത്തികേയ ശിവലിംഗ. ടെൻത്ത് സെഞ്ചുറിയാണ്. ഉമാമഹേശ്വർ 10-ാം നൂറ്റാണ്ടിൽ. ഇപ്പം 10th സെഞ്ചുറി. ഗാലറി നമ്പർ 1. അഗ്നി
God of fire. Shiva, 10th century. Vishnu, seated on eagle. Garuda. ഇതെല്ലാം ഈ എക്സ്കവേഷൻ ചെയ്ത് കിട്ടിയതാണ്. ഇതെല്ലാം ഇങ്ങനെ നശിപ്പിച്ചിട്ടുള്ളതാണ്. പണ്ട് വന്ന 12ാം നൂറ്റാണ്ടിലും 14ാം നൂറ്റാണ്ടിലൊക്കെ ഇന്ത്യ വന്ന് ആക്രമിച്ചിട്ടുള്ള, ഭാരതം വന്ന് ആക്രമിച്ചിട്ടുള്ള ആരാണോ അവരത് എല്ലാം തല്ലി പൊട്ടിച്ച് മൂടിയതാണ്. പിന്നീട് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയതാണ് പലതും. അപ്പോൾ ഇതിൽ ബുദ്ധൻ്റെ നോക്കി കഴിഞ്ഞാൽ അറിയാം, വിരലൊക്കെ തല്ലി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് മ്യൂസിയം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ദമേഗ് സ്തൂപം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് കാണാൻ പോവാണ്. വെൽക്കം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആൻഷ്യൻ സൈറ്റ് സാരാനാഥ്, വാരണാസി. ഇവിടുത്തെ ഇതിൻ്റെ മാപ്പാണ്. ഇവിടെ മൊണാസ്ട്രികളുണ്ട്. അതായത് 1, 2, 3, 4, 5 മൊണാസ്ട്രികൾ കാണാനുണ്ട് ഇവിടെ. പിന്നെ ദമേഗ് സ്തൂപുണ്ട്. ഇതിന് 22 മീറ്റർ റേഡിയസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് ഏകദേശം 38 എന്നൊക്കെ പറഞ്ഞത്, 38 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിൽ തന്നെ ഒരുപാട് ഇങ്ങനെ കല്ലിൽ കുത്തുപണികളൊക്കെ നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ. ഇതെല്ലാം പിന്നീട് മെയിൻറ്റെയിൻ ചെയ്തതായിരിക്കും കേട്ടോ. അത് പിന്നീട് ആ പുതിയ കല്ലുകൾ വന്നിട്ടുള്ളത് പഴതൊക്കെ പോയതിനു ശേഷം മെയിൻറ്റെയിൻ ചെയ്തായിരിക്കാനാണ് വഴി. നിന്നാണ് ബുദ്ധൻ ആദ്യമായിട്ട് ജ്ഞാനം ലഭിച്ചിട്ട് പ്രസംഗിച്ച സ്ഥലമാണിത്. ഗൗതമ ബുദ്ധൻ വന്നിട്ട് ഇവിടെ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയ സ്ഥലം, അങ്ങനെ പറയാം. ഈ ലോകം മുഴുവനുള്ള ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു, ഹിന്ദുക്കളുടെ കാശി എന്ന് പറയുന്ന പോലെ ബുദ്ധമതക്കാരുടെ ഏറ്റവും ലോകത്തെ അത്രയും അവരുടെ വിശ്വാസമുള്ളൊരു സ്ഥലമാണിത്, ഈ സാരാനാഥ്. ബുദ്ധൻ്റെ ജന്മസ്ഥലം, ബുദ്ധൻ ആദ്യമായി പ്രസംഗിച്ച സ്ഥലം. അപ്പോൾ അതാണ് ഇവിടെ ഒരുപാട് തായ്ലൻഡിലും അല്ലെങ്കിൽ ജപ്പാൻ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മൊണാസ്ട്രികളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ. അതൊന്നും നമുക്ക് പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. തായ്ലൻഡുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നുള്ള മൊണാസ്ട്രി ഉണ്ട്. അവിടെയൊക്കെ ബുദ്ധമതം വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ജപ്പാൻ ഇപ്പോൾ തായ്ലൻഡുകാരുടെ ഒരു ഇതാണ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. തായ്ലൻഡ് എന്നുള്ള ആളുകളായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് തോന്നിയത്. ഏതായാലും ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു, വാരണാസി വരുന്നവർ സാരാനാഥ് വന്ന് കാണാം. ഓക്കെ. ഏലക്കായ എന്തൊക്കെ ഇട്ടുണ്ട്, മസാല ടീ തോന്നുന്നു. മസാല ടീ അല്ലേ? ഇവിടെ ഇനിയിപ്പോൾ ഗ്യാസിന് വില കൂടിയ കുഴപ്പമില്ല, ഇനി ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. കംപ്ലീറ്റ് ഇതുപോലുള്ള വിറകടുപ്പുകളാണ് എവിടെ നോക്കിയാലും. ഹോട്ടലുകളിലല്ലേ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള വിറകടുപ്പുകളാണ്. അത് കാരണം ഗ്യാസ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. അടിപൊളി ചായ, അതെ ടേസ്റ്റ് ചെയ്യാം. ശ്രീലങ്കയുടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. മൊണാസ്ട്രി ഇല്ല, മൊണാസ്ട്രിയിലേക്ക് നമുക്ക് ഇങ്ങനെ എല്ലാവരെയും അലൗ ചെയ്യില്ല.
ഇത് ടെമ്പിളാണ് ബുദ്ധൻ്റെ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതുവരെയും കൂടി ഒന്ന് പോയി വരാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ഇങ്ങോട്ട് വീണ്ടും ഇതിനായിട്ട് വരവൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദൂരം നടക്കണം എന്ന് പറഞ്ഞു. ഏതായാലും അത് കണ്ടുവരാം നമുക്ക്. ഇവിടെ മുഴുവൻ കച്ചവടക്കാരാണ് കേട്ടോ. പക്ഷെ നമ്മുടെ പുറത്തുള്ള പോലുള്ള തിരക്ക്, അതായത് നമ്മൾ വാരണാസിയിലൊക്കെ കണ്ട പോലുള്ളൊരു തിക്കും തിരക്കും ഇവിടെ ഇല്ല. കാരണം എല്ലാവരും ഇങ്ങോട്ട് വരുന്നില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങോട്ട് വരണത്. ഞാൻ ഗൈഡിൻ്റെ അടുത്ത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരാനാഥിൽ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്ന്. ടെമ്പിൾ കാണുന്നുണ്ട്, ശ്രീ ദിഗംബർ ജെയിൻ ടെമ്പിൾ. സ്കാൻഡർ ഇതാണ് ശ്രീലങ്കൻ ഗവൺമെൻറ് ഇവിടെ പണിതിട്ടുള്ള ബുദ്ധൻ്റെ ടെമ്പിള്. മൊണാസ്ട്രി അല്ല, ടെമ്പിളാണിത്. അപ്പം നമുക്ക് എല്ലാവർക്കും അലൗഡാണ്. മൊണാസ്ട്രി ആകുമ്പോൾ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊരു ശ്രീലങ്കൻ സ്റ്റൈലിലാണ് പണിതിരിക്കുന്നതെന്ന് പറയണേ. ചലോ. मेरी घंटी हमें इसकी I remember things like it. I know a word. Camp. ബുദ്ധൻ 5 അനുയായികൾക്ക് ഉപദേശം കൊടുത്ത സ്ഥലമാണ്. ജ്ഞാനം കിട്ടിയിട്ട് 5 അനുയായികൾക്ക് ആദ്യത്തെ ഉപദേശം കൊടുത്ത സ്ഥലമാണത്. ബുദ്ധൻ്റെ പ്രതിമയാണത്. ഇത് ഒരാൾ ആശാജി, മഹാനാം, പിന്നെ ഭാഡിയ ആൻഡ് അതർ വൺ പാപ്പ, ഒരാൾ കൂടെ ഉണ്ട്, കണ്ടാന. അങ്ങനെ 5 പേർക്ക് ഇവിടെ വെച്ചിട്ടാണ് ഗൗതമ ബുദ്ധൻ തൻ്റെ ജ്ഞാനം പകർന്നു നൽകിയത്. അപ്പം അതിന് ഇപ്പോൾ സാരാനാഥിലെ ബുദ്ധക്ഷേത്രത്തിന് മുമ്പിൽ നിന്നും ഞാൻ സാരാനാഥിൻ്റെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.